കുസാറ്റിലെ വിദ്യാർത്ഥിക്ഷേമ ഡയറക്ടർക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ഇടത് സംഘടനകൾ നേർക്കുനേർ. ആരോപണ വിധേയനായ PK ബേബിക്ക് ഇടത് അധ്യാപക സംഘടനകൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പരാതി ഉന്നയിച്ച് പെൺകുട്ടിക്കൊപ്പമെന്ന് SFI. കുസാറ്റിലെ സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ PK ബേബിക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണം പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ ക്യാമ്പസിലെ ഇടതു സംഘടനകൾ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആരോപണ വിധേയനെ പിന്തുണച്ചുകൊണ്ട് ക്യാമ്പസിലെ അധ്യാപക സംഘടന രംഗത്ത് വന്നു. എന്നാൽ വിദ്യാർത്ഥി സംഘടനയായ SFI പരാതിക്കാർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന PK ബേബിയെ എന്തുകൊണ്ടാണ് ഇടത് അധ്യാപക സംഘടന സംരക്ഷിക്കുന്നത്? ഈ സംഭവം നടന്നു എന്ന് പറയുന്ന അവസരത്തിൽ ആ ഓഡിറ്റോറിയത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലുൾപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ അധ്യാപകർ തന്നെ ബേബിയുടെ ഇടതും വലതും പുറകിലുമായിട്ട് ആളുണ്ടായിരുന്നു, ഇവിടുത്തെ അധ്യാപകർ തന്നെ. പിന്നെ എൻ്റെ തൊട്ട് മുമ്പിൽ ഈ കുട്ടികൾ എന്നെ പാസ് ചെയ്തിട്ടാണ് ആ കുട്ടി കടന്നു പോകുന്നതും. ഞാൻ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ മുമ്പിൽ പോലീസും സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴവിടെ എല്ലാവരും അറിയണ്ടേ. SFI നേതൃത്വം ഈ വിഷയത്തിൽ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന രണ്ട് സംഘടനകൾ തമ്മിൽ ഒരു വ്യത്യസ്ത നിലപാടും സമീപനം ഉണ്ടാകുന്നത്? ഒരു പെൺകുട്ടി ആ കുട്ടിക്കെതിരെ ഒരു ആക്രമണം നടത്തും എന്ന് പറയുമ്പോൾ ഒരു സംഘടന എപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? ഇരയോടൊപ്പം നിൽക്കുന്ന സംഭവമല്ലേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ അവർ കുറ്റം പറയാൻ പറ്റുമോ? പക്ഷേ നിങ്ങൾ ഇരയ്ക്കൊപ്പമല്ല. ഞങ്ങളുടെ മുന്നിൽ നടത്തുന്ന ഒരു സംഭവത്തിനെ ഞങ്ങൾ പിന്നെ എങ്ങനെ കണ്ണടച്ചിരിട്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ കാണുന്നവരല്ലേ, ദൃക്സാക്ഷികളല്ലേ. അപ്പോൾ ദൃക്സാക്ഷികൾക്ക് സത്യമില്ലേ? SFI നേതാക്കൾക്കെതിരെ ഇടത് അധ്യാപക സംഘടന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CPM നേതൃത്വത്തെയും അധ്യാപക സംഘടന വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിനിക്കൊപ്പമാണെന്ന് SFI വ്യക്തമാക്കി. നേതാക്കൾക്കെതിരെ ഇടത് അധ്യാപക സംഘടന പോലീസിൽ പരാതി നൽകിയതിൽ പ്രതികരിക്കാൻ SFI നേതൃത്വം തയ്യാറായില്ല. ആരോപണ വിധേയനായ PK ബേബിക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് AIYF-ഉം ആവശ്യപ്പെട്ടു. കേരളീയ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കള്ള നാണയങ്ങളെ സംരക്ഷിക്കാൻ പാടുള്ളതല്ല എന്നാണ് AIYF-ന്റെ നിലപാട്. പരാതി നൽകിയ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് AIYF ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.